രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആരാണെന്ന് അറിയുമോ? ഹനുമാൻ. ഹനുമാന്റെ പ്രാധാന്യം രാമായണത്തിൽ വളരെ വലുതാണ്. കാരണം ഹനുമാനോളം ഭക്തിയുള്ള വേറെ ഒരു രാമഭക്തനുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പ്രയാസമാണ്. കാരണം ഹനുമാന്റെ ഭക്തി എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായ ഭക്തിയാണ്. ശ്രീരാമനോടുള്ള ഹനുമാൻ സ്വാമിയുടെ ഭക്തി എന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായ ഭക്തിയാണ്. അതുപോലെ തന്നെ നാരദ മഹർഷി പോലും ഹനുമാന്റെ ഭക്തി കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നാരദ മഹർഷി എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഭക്തനാണ്. അദ്ദേഹം പോലും ഹനുമാൻ സ്വാമിയുടെ ഭക്തി കണ്ട്, ഹനുമാൻ സ്വാമിയുടെ ശ്രീരാമദേവനോടുള്ള ഭക്തി കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സീതാദേവി പോലും ഹനുമാന്റെ ശ്രീരാമനോടുള്ള ഭക്തി കണ്ട് പകച്ചു നിന്ന് പോയിട്ടുണ്ട്. കാരണം സദാ രാമനാമം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തനാണ് ഹനുമാൻ. ഹനുമാൻ എന്ന് പറഞ്ഞാൽ പരമശിവന്റെ അംശാവതാരമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. കാരണം ശ്രീരാമൻ ഭൂമിയിൽ അവതാരം കൊണ്ടു. ഈ സമയത്ത് ശ്രീരാമനെ സേവിക്കാനായിട്ട് പരമശിവൻ ഹനുമാനായിട്ട് വന്നതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഹനുമാൻ ഒരിക്കൽ പരമശിവനോട് ചോദിക്കുന്നുണ്ട്, അതായത് അല്ലയോ മഹാദേവ, എപ്പോഴാണ് എൻ്റെ ജീവിതത്തിനൊരു വഴിത്തിരിവുണ്ടാകുന്നത് എന്ന് ഹനുമാൻ സ്വാമി പരമശിവനോട് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായി പരമശിവൻ ഹനുമാനോട് പറയുന്നുണ്ട്, എപ്പോഴാണോ നീ രാമനെ കാണുന്നത് ആ നിമിഷം മുതൽ അതിനൊക്കെ ജീവിതത്തിൽ എന്താവും വഴിത്തിരിവുകൾ ഉണ്ടാകും എന്ന് ഹനുമാൻ സ്വാമിയോട് പരമശിവൻ പറയുന്നുണ്ട്. ഹനുമാൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലിയൊരു ഭക്തനാണ്. ദ്വാപരയുഗത്തിലും ശ്രീകൃഷ്ണൻ ഹനുമാനെ കാണുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. കർക്കടമാസം രാമായണത്തിലെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഹനുമാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭക്തനാണ്. അതുപോലെ തന്നെ ശ്രീരാമൻ്റെ വനവാസമൊക്കെ കഴിഞ്ഞ് ഹനുമാൻ സ്വാമിയും ശ്രീരാമനെ അനുഗമിച്ചു. ശ്രീരാമനെയും സീതാദേവിയൊക്കെ അനുഗമിച്ചു. അവർ കൊട്ടാരത്തിലെത്തുന്ന സമയത്ത് ഹനുമാൻ സ്വാമി ആദ്യം പാദങ്ങളിൽ വീഴുന്നത് കൈകേയിയുടെ പാദങ്ങളിലാണ്. അതെന്തിനാണെന്നറിയാമോ? കാരണം കൈകേയി മാതാവ് ശ്രീരാമന് വനവാസം വിധിച്ചതുകൊണ്ടാണ് ഹനുമാൻ സ്വാമിക്ക് ആരെ കണ്ടുമുട്ടാനിടയായത്? ശ്രീരാമസ്വാമിയെ കാണാനായിട്ട് കഴിഞ്ഞത്. അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് അല്ലെങ്കിൽ ആദര സൂചകമായിട്ട് ഹനുമാൻ സ്വാമി ആദ്യം കാലിൽ വീഴുന്നത് കൈകേയിയുടെ കാൽക്കലാണ്. അങ്ങനെ ഹനുമാൻ എന്ന് പറയുമ്പം വലിയൊരു രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ശ്രീരാമനും സീതാദേവിയെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഹനുമാന്റെ സാന്നിധ്യം രാമായണത്തിലുണ്ട്. അതുപോലെ തന്നെയാണ് രാമനാമം എവിടെ ജപിക്കുന്നുവോ അവിടെ ഹനുമാൻ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ.